മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല. എന്റെ പോലെ 2 ദിവസം പരിചയിക്കും എല്ലാം പരിചയിക്കും. അങ്ങനത്തെ തട്ടിക്കൊണ്ടൊന്നുമില്ല. വെള്ളം മന്ത്രിച്ചു, നൂല് വെള്ളം മന്ത്രിച്ചു. നേരത്തെ അവിടെ എന്തിനായി പോകുന്ന ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഞാനൊന്ന് വായിക്കാം. വ്യാജ ചികിത്സയും ആഭിചാരക്രിയയും നടത്തുന്നുവെന്ന പരാതിയിൽ സ്വദേശിയായ ഉസ്താദ് ഫൈസിയുടെ വീട്ടിൽ സംയുക്ത റെയ്ഡ് നടത്തി പോലീസും ആരോഗ്യവകുപ്പും. പലപ്പോഴും ഇതേപോലെയുള്ള ഇൻഫർമേഷൻസിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് പലതും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഇൻഫർമേഷൻസ് സത്യമായിരിക്കില്ല. ആ ഒരു വ്യക്തിയോട് ദേഷ്യമുള്ള ആളുകൾ വെറുതെ വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് റെയ്ഡ് ചെയ്ത് അന്വേഷിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരുടെ കടമയാണ്. എന്നാൽ അവർക്ക് പിന്നാലെ ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി പോകുന്ന ന്യൂസ് ചാനലുകൾ അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ വ്യക്തിയുടെ പേരുൾപ്പെടെ മെൻഷൻ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും പ്രചരിപ്പിക്കും. മതപണ്ഡിതൻ്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്, ഇത്തരമൊരു ക്യാപ്ഷനും ചേർത്തുകൊണ്ട് നിങ്ങളുടെ ന്യൂസ് ചാനലിലൂടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റീച്ച് ചെറുതൊന്നുമായിരിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള ന്യൂസ് ചാനലുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വ്യക്തിയിൽ നിന്ന് ഒന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ വ്യക്തി നിരപരാധിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഒരു വാർത്തയെങ്കിലും നിങ്ങൾ നൽകുമോ? സമ്പന്നനായാലും ദരിദ്രനായാലും ഏതൊരു മനുഷ്യനും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ട്. നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കും റീച്ചിനും വേണ്ടി ചിലരുടെ പേരും മേൽവിലാസവും ചേർത്തുകൊണ്ട് നിങ്ങൾ ഇറക്കിവിടുന്ന ചില വാർത്തകൾ അത് ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ തകർക്കും. ഒരുപക്ഷെ ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കും. മീഡിയ എന്നാൽ ജനങ്ങളെ സത്യങ്ങൾ അറിയിക്കാനുള്ളതാണ്. അത് നിരപരാധികളായ മനുഷ്യരുടെ സമാധാനം കെടുത്തിക്കൊണ്ടാകരുത്. മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല. എന്റെ പോലെ 2 ദിവസം പരിചയിക്കും എല്ലാം പരിചയിക്കും. അങ്ങനത്തെ തട്ടിക്കൊണ്ടൊന്നുമില്ല. വെള്ളം മന്ത്രിച്ചു, നൂല് വെള്ളം മന്ത്രിച്ചു. നേരത്തെ അവിടെ എന്തിനായി പോകുന്ന ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ഞാനൊന്ന് വായിക്കാം. വ്യാജ ചികിത്സയും ആഭിചാരക്രിയയും നടത്തുന്നുവെന്ന പരാതിയിൽ സ്വദേശിയായ ഉസ്താദ് ഫൈസിയുടെ വീട്ടിൽ സംയുക്ത റെയ്ഡ് നടത്തി പോലീസും ആരോഗ്യവകുപ്പും. പലപ്പോഴും ഇതേപോലെയുള്ള ഇൻഫർമേഷൻസിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് പലതും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഇൻഫർമേഷൻസ് സത്യമായിരിക്കില്ല. ആ ഒരു വ്യക്തിയോട് ദേഷ്യമുള്ള ആളുകൾ വെറുതെ വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അത് സത്യമാണോ അല്ലയോ എന്ന് റെയ്ഡ് ചെയ്ത് അന്വേഷിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരുടെ കടമയാണ്. എന്നാൽ അവർക്ക് പിന്നാലെ ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി പോകുന്ന ന്യൂസ് ചാനലുകൾ അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ വ്യക്തിയുടെ പേരുൾപ്പെടെ മെൻഷൻ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും പ്രചരിപ്പിക്കും.